ഈ മരത്തിന്റെ ഉള്ളിൽ കയറി ഞാൻ പൊറക്കും. നമ്മള് ഇത് ഒരുപാട് കഷ്ടപ്പാടാം ഇതിങ്ങനെ പൊറക്കാനും ഇതിങ്ങനെ പൊളന്നെടുക്കാനും. പക്ഷെ എന്ത് കഷ്ടപ്പാടിന്റെ പുറത്ത് ഒരു അടിപൊളി മധുരം ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെയാണ് ഇത് കറി വെച്ച് കഴിക്കുമ്പോഴുള്ള ടേസ്റ്റ്. അണ്ടി ടീംസ് അണ്ടി തന്നെ ചിലപ്പോ ചിലവര് പറയോ അണ്ടി, നമ്മള് കണ്ണൂർ അണ്ടി തന്നെ പറയില്ലേ. ഞാനൊരു വീഡിയോയിൽ ഭയങ്കര ഇതുണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമുക്ക് നമ്മളാ നാടൻ ഭാഷ വായിൽ വരും. ഇതിനെന്താ പറയാ, കശുവണ്ടി, പറങ്ങാണ്ടി, പിന്നെന്താടാ നമ്മളെല്ലാരും എന്താ പറയലേ അണ്ടിന്നല്ലേ. അപ്പൊ നമ്മള് മിഷൻ കംപ്ലീറ്റ് ആവാൻ പോകുന്നു ഗൈസ്. ഈ കെട്ടുപാടല്ലായി നമ്മള് പോകുന്നത് അണ്ടി വറക്കാൻ വേണ്ടിട്ടാണ്. അണ്ടി വെച്ചാൽ ചീഞ്ഞണ്ടി, അത് കറി വെച്ചാൽ നല്ല രസമാണ്. പക്ഷെ നമ്മ പോവാനിരുന്നപ്പോ തന്നെ എന്റെ ആവാരുമ്പോ നമ്മളെ തളർത്തിയത്. അണ്ടി ഒന്നും കിട്ടൂല, അണ്ടി കിട്ടുന്നില്ലെങ്കിൽ ഈ ചാക്ക് നിറയെ നിങ്ങൾ ചപ്പാരി കിട്ടിക്കോന്നാ പറയുന്നത്. ഏതായാലും അണ്ടി വറക്കാൻ വേണ്ടി പോകും. ഇതെന്തിനാ എടുത്തെന്ന് വെച്ചാല് അഥവാ മഴ പെയ്താല് ഈ മഴക്കോട്ടിട്ട് ഞാൻ പൊറുക്കും. പിന്നെ ഈ കൊട ഒപ്പരം വരുന്നൊക്കെ പിടിക്കാൻ. പിന്നെ ഈ ചാക്ക് ഇത് നിറച്ച് വണ്ടി പൊറക്കാൻ. ഓക്കെ, പിന്നെ ഈ കുഞ്ഞു കുഞ്ഞു സഞ്ചിയുടെ എന്തിനാ വെച്ചാല് കുറെ കുഞ്ഞു കുഞ്ഞു മക്കളെ ഞാൻ കൂട്ടിയിട്ടുണ്ട്. ആ മക്കളെ കൊണ്ട് പൊറപ്പിക്കാൻ. ആമയാണ് നമ്മള് ഡ്രൈവർ. നമ്മളങ്ങനെ വേഗം ഇവിടെ എത്തിയിട്ടുണ്ട്. ഓരോരുത്തർക്ക് പൊറക്കാനായിട്ട് ഓരോരോ സഞ്ചി ഞാൻ കൊടുക്കിയത്. ഇതൊക്കെ പോലെ കൊടുക്കുന്നത്. ഈ സഞ്ചി നിറച്ച് പൊറക്കിട്ട് വരണം കേട്ടാ, എന്നിട്ട് നമുക്ക് അറിയിച്ചു വന്നിട്ടാ. ഓക്കെ, അപ്പൊ എനിക്കൊരു ചാക്ക് ഒരു സഞ്ചി ബാക്കിയാണ്. ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഇതെന്ത് ചെയ്യണമെന്ന് വെച്ചാല് ഈ അണ്ടി കൊണ്ടുപോയിട്ട് പൊളന്നിട്ട് നല്ല തേങ്ങ വറുത്തരച്ച് കറി വെക്കണം. ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് ഒരു പ്രാവശ്യം കഴിച്ചവര് പിന്നെ ഇത് കഴിക്കണം എന്നുള്ള ചിന്തയായിരിക്കും. എന്നെപ്പോലെ ഇതേപോലെ എന്ത് കഷ്ടപ്പെട്ടും വന്ന് പൊറക്കിയിട്ട് ഇതേപോലെ ചെയ്യും. എങ്കിലും തളരൂല ഗൈസ്, ഞാൻ മഴക്കോട്ടിട്ടിട്ട് പൊറക്കും. മക്കളെയാണ് ഞാൻ കൂട്ടിയിട്ട് വന്നിന്. എൻ്റെ മക്കളിതാ പൊറക്കിയിട്ട് കുറെ ഇവിടെ കൊണ്ടുവിട്ടിട്ടുണ്ട്. അത് എൻ്റെ ആമ ഉരിഞ്ഞെടുക്കുന്നുണ്ട്. ഞാനത് ഉരിയില്ല, കാരണം എന്ന് വെച്ചാൽ എനിക്ക് പാമ്പാണെങ്കിൽ പേടിയില്ല എനിക്ക്. പക്ഷെ ആ പുഴുവിന് ഭയങ്കര പേടിയാ. നമ്മള് ഒരുപാട് കഷ്ടപ്പാടാം ഇതിങ്ങനെ പൊറക്കാനും ഇതിങ്ങനെ പൊളന്നെടുക്കാനും. പക്ഷെ എന്ത് കഷ്ടപ്പാടിന്റെ പുറത്ത് ഒരു അടിപൊളി മധുരം ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെയാണ് ഇത് കറി വെച്ച് കഴിക്കുമ്പോഴുള്ള ടേസ്റ്റ്. ഡ്രസ്സെല്ലാം ഫുൾ കറിയാന്ന് തോന്നില്ല. ലൈറ്റ് കളർ ഡ്രസ്സ് ഇട്ടിട്ടും വന്നേ. ഇതെല്ലാം ഫുൾ മാവാണ്. അങ്ങോട്ടുണ്ട് ഇങ്ങനത്തെ കഷ്ടതകൾ നിറഞ്ഞ വഴികളൊക്കെ ആയിരിക്കും. എങ്കിലും നമ്മൾ തളരൂല എന്ന് പറഞ്ഞു. ഇതിനപ്പുറവും ചാടിക്കടന്നവളാണീ അബി. ലോകമടിയൻ. മറ്റുള്ള മക്കളെല്ലാം നല്ലേക്ക് പൊറക്കുമ്പോ ഇതാ ഇവിടെ വന്ന് ഒരു ടൂർ ആസ്വദിക്കുമ്പോൾ ആസ്വദിക്കുക നമ്മളെ പോലെ. മടിയൻ ശരി. കുഞ്ഞുണ്ടി മാഷ കുട്ടികളും ഇതാണ് എന്റെ മക്കൾ. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു അണ്ടി കാണുന്നില്ല കേട്ടോ. എൻ്റെ ആമയെ വെച്ച് പൊറക്കുന്നു. ഞാനിങ്ങനെ വീഡിയോ എടുത്ത് വലിയ ഇതാകുന്നേ ഉള്ളൂ. നല്ല മഴയും പെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പൊ വീട് പണിയാരിങ്ങനെ ഇപ്പൊ ഉരുണ്ട വീഴുന്നതാണ്. കൊറേ ഇങ്ങനത്തെ പൊറക്കി. പിന്നെ അണ്ടിപ്പൊങ്ങ് എന്റെ മോനെ വിളിക്കുന്നത് കൊണ്ടാ. എന്നിട്ടാ ഇതുണ്ടാ, ഇത് തന്നിട്ടുണ്ട് ആരെങ്കിലും? ഇത് തുടച്ച് ഇത് ഇടുന്ന നമുക്ക് കഴിക്കാം.
നല്ല ടേസ്റ്റാ. അവിടെ ഉണ്ട് തരാമോളെ, ഇത് ഇവിടെ ഉണ്ട്. അപ്പം ഇത് മുളച്ചാലാണ് ഇതിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കിട്ടാം. അപ്പൊ നമുക്ക് പെട്ടെന്ന് പൊട്ടിച്ചെടുക്കാൻ പറ്റും. ഇതും പക്ഷെ കറി വെക്കൂട്ടാ. ശതവാ മരത്തിന്റെ മുകളിലുള്ള ഓടിച്ചാടി വാ. അടിപൊളി. ക്യാമറമാനായ എന്റെ മോൻ കൊടുക്കുന്നു. അതാണ് ഐഡിയ. ആ ഇത് നമ്മള് പോകുന്നിടത്ത് പരങ്ങമാർപ്പല്ലേ ഉണ്ട്. പാമ്പുണ്ടാവും കാടുണ്ടാവും എന്നല്ലാന്ന് വിചാരിച്ചേ. പക്ഷെങ്കിൽ ഇപ്പൊ പുറത്ത് കഴിഞ്ഞ പാടായതുകൊണ്ട് നല്ല നീട്ടുണ്ട് സ്ഥലം. ഒന്നും പേടിക്കാനൊന്നും ഇല്ല. കുറച്ച് വൃത്തി കൂടുതലാണ് അവനക്ക്, അതുകൊണ്ട്. പിന്നെ നമുക്കിത് ഇങ്ങനെ കൊല്ലിനെ കൊണ്ട് ചുള്ളിട്ട് വേണം എടുക്കാൻ. നമുക്ക് ഈ മഴ പെയ്യുമ്പോ ഈ അണ്ടി വറക്കുന്നുണ്ടെന്നു ഭയങ്കര ചൂടുണ്ട്, വേർക്കുന്നുണ്ട്. നമുക്ക് എല്ലാവരും പറത്തിട്ട് നമുക്ക് ഇത്ര അണ്ടി കിട്ടി. ഇനി വീട്ടിൽ പോയിട്ട് അല്ല, ഇനി വീട്ടിൽ പോയി വൃത്തിയാക്കലില്ല. ഇനി നമ്മൾ ഇവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയത്. അപ്പൊ അവിടുന്ന് ഈ കന എടുത്തിട്ട് വരേണ്ട വെച്ചിട്ട് ഇവിടെ ചെരിഞ്ഞതാണ്. ഇനി അങ്ങ് പോയി അപ്പുറത്ത് പോയി പുറത്തിട്ട് വരും. നല്ല മഴയും പെയ്ത് ഇത് ഒരു ആപ്പിളാണ് കുഞ്ഞി. ഇത് നമ്മൾ കഴിക്കും, ഒരു സ്കൂൾ പോകുമ്പോഴേ കഴിക്കും. അപ്പൊ ഈ അണ്ടി വറക്കാൻ വന്നേരം ഇത് മതിയുണ്ട്. നല്ല മധുരമുണ്ട്. ചെക്കിയില്ലേ, കാട്ടിയേക്കിലുണ്ടാകുന്ന ആപ്പിളത്. നല്ല മുടിക്കുത്തേലും കുത്തിയിരിക്കും പോലെ നല്ല ഞാൻ തളർന്നു പോയി. ഞാൻ ഇവിടെ ഇരുന്ന് നീ പുറത്ത് നിർത്തിയാ എന്ത് ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ ഉരിയാ. നിങ്ങൾ പുറത്തേക്ക് കൊണ്ടെത്താം. കൊണ്ട് മടിയെടുത്തില്ലേ വേ അണ്ടിരിങ്ങോണ്ടാ. എടാ അങ്ങോട്ട് ചാടില്ലടാ, ഈ ചാക്കിലിട്. നീ ഇങ്ങനെ ഉരിഞ്ഞ നിന്നെ കൊണ്ട് എന്തിനാ ഇങ്ങനെ ഉരിപ്പിക്കുന്നറിയോ? നമുക്ക് എന്റെ കൈക്കുമ്പോ എന്തെല്ലോ ഇരിയുന്നു. നമുക്ക് അതും ആകുന്ന നേരം നീ നല്ല കുട്ടി. എനിക്ക് അങ്ങനത്തെ ഒന്നും ഞെട്ടില്ല. കണ്ട എന്നാലും എന്നോട് സ്നേഹം കൊണ്ട് പാവം പോലെ. അണ്ടി തന്നെ ചിലപ്പോ ചിലവര് പറയൂ അണ്ടി. നമ്മള് കണ്ണൂർ അണ്ടി തന്നെ പറയില്ലേ. ഞാനൊരു വീഡിയോ ഇട്ട് ഭയങ്കര ഇതുണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമുക്ക് നമ്മളാ നാടൻ ഭാഷ വായിൽ വരും. ഇതിനെന്താ പറയാ, കശുവണ്ടി, പറങ്ങാണ്ടി, പിന്നെന്താടാ നമ്മളെല്ലാരും എന്താ പറയില്ലേ ഇനി അണ്ടി എന്നല്ലേ. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഇവിടെ വെക്കുമ്പോഴത്തേക്ക് കൊതുക് മൊത്തം അയ്യേ ഇതെല്ലാം ഇരിഞ്ഞതാടി. മിഷൻ കംപ്ലീറ്റഡ്. മതിയാക്കി നോക്കായി. ഇത് നമ്മള് നേരത്തെ ഇടിച്ച് എരിഞ്ഞത് ഇപ്പൊ അങ്ങ് മേലോട്ട് പോയിട്ട് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ബാക്കി നമ്മൾ നേരത്തെ ഇടിച്ച് എരിഞ്ഞത് വാരിയിടുക. വെള്ളത്തിലിട്ട് കഴുകുകയാണ്. കഴുകി വൃത്തിയാക്കാം. ഈ അണ്ടി പൊളിക്കുമ്പോ കൈക്ക് കറയാവാതിരിക്കാന് ഗ്ലൗസ് ഇട്ടിട്ട് വേണം ഞാൻ. ഒരു വിരൽ കാണുന്നില്ല, രണ്ട് വിരലൊന്നില്ലേ. ആ അണ്ടി പൊളിക്കാൻ കൈക്ക് കറിയാകാതിരിക്കരുത്, കൈയുടെ സേഫ്റ്റിക്ക് വേണ്ടി. അല്ലെങ്കിൽ കൈക്ക് മൊത്തം കറിയായി ചിക്കൻ ബോക്സ് ഒന്നുമല്ലോ.
ഇതിൻ്റെ ചെന മുഖത്തൊക്കെ തെറിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ തുണി കൂട്ടിയിട്ട് ഇങ്ങനെ കത്തിയോണ്ട് മുറിച്ചെടുക്കണം കേട്ടോ ഈ അണ്ടി. നമ്മളെ ഈ അണ്ടി പൊളിക്കുമ്പോൾ ഇതുപോലെ പ്രൊട്ടക്ഷൻ വേണം. ഈ ഹെൽമെറ്റിൽ എന്തിനാ കിട്ടിയെന്ന് വെച്ചാൽ ഈ അണ്ടി മുറിക്കുമ്പോണ്ടല്ലോ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ ഒരു നെയ്യ് തെറിക്കാനുണ്ട്. അത് തെറിച്ചാൽ നമ്മൾ ചിക്കൻ ബോക്സ് വന്ന പോലത്തെ അവസ്ഥയാവും. അതുകൊണ്ടാണ് ഗ്ലൗസും ഞാൻ മുഖത്ത് ഹെൽമെറ്റെല്ലാം ഇട്ടിട്ട്. ഞാൻ നോക്കിയിട്ട് ഈ മുഖത്ത് തെറിക്കാതിരിക്കാൻ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എനിക്ക് ഇതാ തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഞാൻ മുറിച്ച് എനക്കൊന്നും പറ്റിയിട്ടില്ല. അങ്ങനെ ഞാനും എൻ്റെ ആമയും എൻ്റെ ഉമ്മയെല്ലാം കൂടി അണ്ടി ഫുൾ പൊളന്ന് വൃത്തിയാക്കി സെറ്റാക്കി അങ്ങനെ കറി ആക്കിയിട്ടുണ്ട്. ഈ കറി എങ്ങനെയാണ് വെക്കേണ്ടത് വെച്ചാൽ നമ്മൾ തക്കാളി, ഉള്ളി, വെളുത്തുള്ളി, പച്ചമുളക് എല്ലാം മുറിച്ചിടുക. എന്നിട്ട് പിന്നെ ഈ കുക്കറിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക വെളിച്ചെണ്ണയിൽ. പിന്നെ നമ്മൾ മുളക്, മല്ലി ഇതൊക്കെ എന്ത് ചെയ്യാന്ന് വെച്ചാൽ വറക്കണം. മുളകും മല്ലിപ്പൊടിയും കൂടി വറുത്തിട്ട് അതിലേക്ക് ആഡ് ചെയ്തിട്ട് നമ്മൾ ഈ അണ്ടിയും കഴുകിയിട്ട്, പിന്നെ ഈ അണ്ടീൻ്റെ പുറത്തുള്ളൊരു തോട്, അത് നമ്മളിവിടെ തോടല്ല, തോടിൻ്റെ ഉള്ളിൽ അണ്ടീൻ്റെ പുറത്തായിട്ട് ചണ്ടിപ്പരിപ്പിൻ്റെ ഉള്ളിലായിട്ട് ഒരു കവറിങ് ഉണ്ടാവും. അതിന് നമ്മൾ അമ്മായി എന്നാണ് പറയുക. അപ്പോൾ അത് ചൂടുവെള്ളത്തിലിട്ടാൽ അത് പോയി കിട്ടും. അത് എടുത്ത് കളയണം. അങ്ങനെ എടുത്ത് കളഞ്ഞിട്ട് ശേഷം നമുക്ക് നമ്മളെ ഈ കറി ഉണ്ടാക്കേണ്ടത്. നല്ല റിസ്ക് ഉണ്ട് ഈ കറി ഇങ്ങനെ ആയി കിട്ടാൻ വേണ്ടിയിട്ട്. കറി വെക്കാനല്ല പണി. ആ അണ്ടി കണ്ടില്ലേ പുറക്കി കൊണ്ടുവന്ന് എല്ലാം മുറിച്ചെടുക്കുന്നത് ഏറ്റവും വലിയ ടാസ്ക്. പക്ഷെ ടേസ്റ്റ് കണ്ട് നമ്മൾ എങ്ങനെയെങ്കിലും ഇത് ഉണ്ടാക്കി കഴിച്ചു പോകും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യണേ. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.